Good morning, students. Today I am going to take the next topic, that is arithmetic operation on complex number. Arithmetic operation on complex number. Complex number arithmetic operations ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നോക്കി, അഡീഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ്. എന്താണ്? രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ കോംപ്ലെക്സ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലെക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ കോംപ്ലെക്സ് നമ്പറിനെ a+ib എന്ന് പറയുന്ന ഫോമിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ലെറ്റ് z1 ഈക്വൽ ടു a+ib ആൻഡ് z2 ഈക്വൽ ടു c+id. c+id എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? a+ibയുടെ ഫോം തന്നെയാണ് അല്ലേ? അപ്പോൾ z1 z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സ്. ദ സം ഓഫ് z1 പ്ലസ് z2 ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. ഇങ്ങനെയാണെങ്കിൽ z1ൻ്റെയും z2ൻ്റെയും സം അല്ലെങ്കിൽ സം ഓഫ് z1 പ്ലസ് z2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? z1 പ്ലസ് z2 ഈക്വൽ ടു, ആദ്യം എങ്ങനെ എടുത്തെഴുതാം? ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഒരുമിച്ചും റിയൽ പാർട്ടുകൾ തമ്മിൽ ഒരുമിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിയൽ പാർട്ടുകൾ ഏതാണ്? z1ൻ്റെ റിയൽ പാർട്ട് ഏതാണ്? a. z2ൻ്റെ റിയൽ പാർട്ട് ഏതാണ്? c. അപ്പം z1 പ്ലസ് z2 നമ്മൾ എങ്ങനെ എഴുതും? a പ്ലസ് c. അതായത് റിയൽ പാർട്ടുകൾ തമ്മിൽ ആദ്യം ഒരുമിച്ചെടുക്കുന്നു, ദെൻ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ എടുക്കുന്നു. അപ്പോൾ z1ൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഡിയും z2ൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഡിയും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? z1 പ്ലസ് z2 ഈക്വൽ ടു a പ്ലസ് c പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി. എന്താണ്? a പ്ലസ് c പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി, വിച്ച് ഈസ് എഗെയിൻ എ കോംപ്ലെക്സ് നമ്പർ. അപ്പോൾ അത് വീണ്ടും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു കോംപ്ലെക്സ് നമ്പറിൻ്റെ ഫോമിലോട്ട് തന്നെ കിട്ടുന്നത് അല്ലേ? ആദ്യം റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട്. അപ്പം രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യും, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം z1 എന്ന് പറയുന്നൊരു കോംപ്ലെക്സ് നമ്പറിനെ നമ്മൾ a+ib ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. z2 എന്ന് പറയുന്ന കോംപ്ലെക്സ് നമ്പറിനെ c+id ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ z1 പ്ലസ് z2 എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് c, ദാറ്റ് ഈസ് റിയൽ പാർട്ട് ദ സം പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ആൻഡ് വിച്ച് ഗീവ്സ് ആസ് എഗെയിൻ എ കോംപ്ലെക്സ് നമ്പർ. അത് കിട്ടുന്നത് എങ്ങനെയാണ്? വീണ്ടും ഒരു കോംപ്ലെക്സ് നമ്പർ ഫോമിൽ തന്നെയായിരിക്കും നമുക്കത് കിട്ടുന്നത്. Okay, then the addition of complex numbers satisfy the following properties. എന്താണ്? ഈ കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ക്ലോഷർ ലോയർ, കമ്മ്യൂട്ടേറ്റീവ് ലോയർ, അസോസിയേറ്റീവ് ലോയർ, ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി, ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ലോസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോംപ്ലെക്സ് നമ്പറിൻ്റെ അഡീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഈ 5 ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ, ക്ലോഷർ ലോ. ക്ലോഷർ ലോയ്ക്കകത്ത് എന്താ പറയുന്നത്? ദ സം ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലെക്സ് നമ്പർ. എന്താണ് ക്ലോഷർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ദ സം ഓഫ് ടു കോംപ്ലെക്സ് നമ്പർ. രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു കോംപ്ലെക്സ് നമ്പർ തന്നെയാണ്. ദാറ്റ് ഈസ് z1 പ്ലസ് z2 ഈസ് എ കോംപ്ലെക്സ് നമ്പർ ഫോർ ഓൾ കോംപ്ലെക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2. z1 എന്ന് പറയുന്നതും z2 എന്ന് പറയുന്ന എല്ലാ കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെയും സമ്മ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടുന്ന z1 പ്ലസ് z2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോംപ്ലെക്സ് നമ്പറാണ്. അപ്പോൾ ക്ലോഷർ ലോയ്ക്കകത്ത് എന്താണ് പറയുന്നത്? z1ഉം z2ഉം കോംപ്ലെക്സ് നമ്പർ ആണെങ്കിൽ ദ സം ഓഫ് z1 പ്ലസ് z2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കോംപ്ലെക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ എന്താ പറയുന്നത്? ഫോർ എനി ടു കോംപ്ലെക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2, ഏതെങ്കിലും രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സ് z1 z2 എന്ന് പറയുന്ന ഏതെങ്കിലും രണ്ട്
കോംപ്ലക്സ് നമ്പേഴ്സ് അത് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1. അതിൻ്റെ അർത്ഥം എന്താണ്? Z1 പ്ലസ് Z2, Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്യുന്നത് എന്തിനോട് തുല്യമാണ്? Z2ഉം Z1ഉം കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത്. നമ്മൾ നേരത്തെ കമ്മ്യൂട്ടേറ്റീവ് ലോയൊക്കെ AB ഫോം പഠിച്ചിട്ടുണ്ട്. A+B ഈക്വൽ ടു B+C. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1. ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പർ സാധാരണഗതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z ആയിട്ടാണ്. സോ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും. ഇപ്പോൾ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ എടുത്തുകൊണ്ടാണ് എങ്ങനെ എഴുതിയത്? Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1 എന്ന് എഴുതുക. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? തിരിച്ചിട്ട് പ്ലസ്, അതായത് Z1 പ്ലസ് Z2 എന്ന് നമ്മൾ സം ചെയ്താലും തിരിച്ച് Z2 പ്ലസ് Z1 ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ എന്ത് തന്നെ കിട്ടും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ദെൻ അടുത്ത വൺ എന്താണ്? അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ? അസോസിയേറ്റീവ് ലോയിൽ എന്താ പറയുന്നത്? ഫോർ എനി 3 കോംപ്ലക്സ് നമ്പേഴ്സ്, ഏതെങ്കിലും 3 കോംപ്ലക്സ് നമ്പേഴ്സ്, അത് Z1, Z2, Z3 എന്ന് പറയുന്ന 3 കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ ആദ്യം Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് Z3 ആഡ് ചെയ്യുക. അതെന്തിനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Z2ഉം Z3യും കൂടെ ആഡ് ചെയ്തിട്ട് അത് Z1 കൊണ്ട് ആഡ് ചെയ്യുന്നതിനോട് തുല്യമാണ്. അപ്പോൾ നോക്കിക്കേ, അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? Z1, Z2, Z3 എന്ന് പറയുന്ന 3 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നാൽ അതിൻ്റെ അസോസിയേറ്റീവ് ലോ എങ്ങനെയാണ്? Z1 പ്ലസ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3. അതിനർത്ഥം എന്താണ്? ആദ്യം Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ആ ആഡ് ചെയ്ത വാല്യൂവിൻ്റെ കൂടെ Z3 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ Z1, Z2, Z3 കിട്ടി. ഓക്കെ, ദെൻ അത് എന്തിനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Z2ഉം Z3യും കൂടെ ആഡ് ചെയ്തിട്ട് അത് Z1ഉമായിട്ട് ആഡ് ചെയ്യുന്നതിനോട് ഈക്വലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഫോർ എനി 3 കോംപ്ലക്സ് നമ്പർ Z1, Z2, Z3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? Z1 പ്ലസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3. അപ്പോൾ ഈ 3 ലോയും 5 ലോയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കുറച്ചും കൂടെ മെയിനായിട്ട് ഈ 3 ലോ നോക്കുക. ക്ലോഷർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കോംപ്ലക്സ് നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ Z1 പ്ലസ് Z2 എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ദെൻ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോംപ്ലക്സ് നമ്പേഴ്സിന് നമ്മൾ Z1, Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് ഈക്വൽ ടു Z2 പ്ലസ് Z1 ആണ്. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോംപ്ലക്സ് നമ്പേഴ്സിൽ Z1, Z2, Z3 എന്ന് പറയുന്ന 3 കോംപ്ലക്സ് നമ്പർ തന്നിട്ട് Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് Z1 പ്ലസ് Z2 പ്ലസ് Z3യോട് തുല്യമാണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ്? ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് ദ കോംപ്ലക്സ് നമ്പർ 0 പ്ലസ് I0 ഡിനോട്ടഡ് ആസ് 0 കോൾഡ് ദ additive identity or 0 complex number such that for every complex number Z plus 0 equal to Z. അതായത് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ 0 പ്ലസ് I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 0 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ദിസ് 0 ഇസ് കോൾഡ് ദ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ 0 കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. അപ്പോൾ 0 പ്ലസ് I0 അല്ലെങ്കിൽ 0 ഇനി നമുക്ക് എന്ത് പറയാം? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓർ 0 കോംപ്ലക്സ് എന്ന് പറയാം. ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ 0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെയും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്.
Okay, every complex number z plus 0 equal to z എന്താണ് ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡിൻ്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂം എന്ത് തന്നെയായിരിക്കും, ഇസഡ് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ആ വാല്യൂവിനൊരു ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് 0 എന്ന് പറയുന്നതിനെ എന്തായിട്ട് പറയാം? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സീറോ കോംപ്ലക്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത എന്താ? ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. എന്താണ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്? അതെന്താ നോക്കി. ടു എവറി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഐ ബി ഡിനോട്ടഡ് ആസ് മൈനസ് ഇസഡ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ പ്ലസ് ഐ ബി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോഴാണ് എ മൈനസ് ഐ ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയാണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? മൈനസ് ഇസഡ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതായത് ഇസഡിൻ്റെ നെഗറ്റീവായിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആഡിറ്റീവ് ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് ഓഫ് ഇസഡ്. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ നെഗറ്റീവ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആഡിറ്റീവ് ഇൻവേഴ്സ്, അതർവൈസ് നെഗറ്റീവ് ഓഫ് ഇസഡ്. ഇസഡിൻ്റെ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. വി ഒബ്സർവ് ദാറ്റ് ഇസഡ് പ്ലസ് മൈനസ് ഇസഡ്, അതായത് 1 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താ? 0 എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സും എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി മനസ്സിലായല്ലോ. എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകത്തില്ല. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇസഡ് ആയിരിക്കും. സോ 0യെ നമുക്ക് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സീറോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ആഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസഡ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ്, അതായത് മൈനസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ബി. നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് നമ്പറിൻ്റെ കൂടെയും ആ സെയിം നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇസഡ് പ്ലസ് മൈനസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പം എന്തൊക്കെ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറിൽ എത്ര പ്രോപ്പർട്ടി പഠിച്ചു? ക്ലോഷർ ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി, ദ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കിയേ, ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്താണ്? നോക്കിക്കേ, ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗിവൺ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2. നമുക്ക് ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പർ തരികയാണ്, Z1 Z2 എന്ന് പറഞ്ഞ് രണ്ട് കോംപ്ലക്സ് നമ്പർ തരികയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Z1 മൈനസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് മൈനസ് Z2 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. മനസ്സിലായി? അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആസ് യൂഷ്വൽ Z1 പ്ലസ് മൈനസ് Z2 എന്ന് കൊടുക്കാം. അപ്പോൾ Z1 മൈനസ് Z2നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? Z1 പ്ലസ് മൈനസ് Z2 നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത പറഞ്ഞ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പം ലെറ്റ് Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി ബി എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ദസ് ദ പ്രോഡക്റ്റ് Z1 Z2 ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. നോക്കിക്കേ, രണ്ട് കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിരിക്കുകയാണ്, അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ പ്ലസ് ഐ ബി ആയിട്ടും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി പ്ലസ് ഐ ഡിയും ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് Z1 ഇൻറ്റു Z2, Z1 Z2ൻ്റെ പ്രോഡക്റ്റിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
എ സി മൈനസ് ബി ഡി. എ സി എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട്. എയും സിയും, Z1 എയും Z2 സിയും എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മൈനസ്, എന്നിട്ട് എന്താ? ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ബി ആൻഡ് ഡി. അപ്പോൾ എന്ത് വരും? എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി. എ ഡി എന്ന് പറയുന്നത് Z1 റിയൽ പാർട്ടും Z2 ഇമാജിനറി പാർട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് എങ്ങനെയാണ് വരുന്നത്? Z1 റിയൽ പാർട്ടും Z2 ഇമാജിനറി പാർട്ടും കൂടെ എടുക്കും. ദാറ്റ് ഈസ് എ ഡി പ്ലസ് അതുപോലെ തന്നെ ബി സി. Z1 ഇമാജിനറി പാർട്ടും Z2 റിയൽ പാർട്ടും കൂടെ എടുക്കും. ദാറ്റ് ഈസ് ബി സി. ഓക്കെ, അപ്പോൾ Z1 ഇൻറ്റു Z2 നമുക്ക് എങ്ങനെ എഴുതാം? എ സി മൈനസ് പി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ്, രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് Z1 Z2 എന്ന് പറഞ്ഞ് രണ്ട് കോംപ്ലെക്സ് നമ്പർ, Z1 നമുക്ക് എ പ്ലസ് ഐ ബി ആയിട്ടും Z2 നമുക്ക് സി പ്ലസ് ഐ ഡി ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ Z1 ഇൻറ്റു Z2 എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. Okay, then the multiplication of complex numbers possesses the following properties. എന്താണ്? അഡീഷൻ ഓഫ് കോംപ്ലെക്സ് നമ്പർ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലെക്സ് നമ്പറിനും എന്ത് ചെയ്യുന്നുണ്ട്? അതും കുറച്ച് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താണെന്നറിയാമോ? ക്ലോഷർ ലോ. ക്ലോഷർ ലോയ്ക്കകത്ത് എന്താ പറയുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലെക്സ് നമ്പർ. ദ പ്രോഡക്റ്റ് Z1 Z2 ഈസ് എ കോംപ്ലെക്സ് നമ്പർ ഫോർ ഓൾ കോംപ്ലെക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2. അതായത് രണ്ട് കോംപ്ലെക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂം എന്ത് തന്നെയായിരിക്കും? കോംപ്ലെക്സ് നമ്പർ തന്നെയായിരിക്കും. അതായത് Z1 എന്ന് പറയുന്നൊരു കോംപ്ലെക്സ് നമ്പറാണ്, Z2 എന്ന് പറയുന്നതും ഒരു കോംപ്ലെക്സ് നമ്പർ ആണെങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലെക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്ലോഷർ ലോയിൽ എന്താ പറയുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലെക്സ് നമ്പർ. രണ്ട് കോംപ്ലെക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് കോംപ്ലെക്സ് നമ്പർ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? Z1 Z2 എന്ത് തന്നെയായിരിക്കണം? കോംപ്ലെക്സ് നമ്പേഴ്സ് തന്നെയായിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത എന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ എനി ടു കോംപ്ലെക്സ് നമ്പർ, ഏതെങ്കിലും രണ്ട് കോംപ്ലെക്സ് നമ്പറിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? Z1 ഇൻറ്റു Z2 ഈക്വൽ ടു Z2 ഇൻറ്റു Z1. Z1 Z2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനു തുല്യമായിരിക്കണം? Z2 Z1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് അഡീഷൻ്റെ അകത്ത് നമ്മൾ പഠിച്ച പോലെ സെയിം സാധനം തന്നെ. അവിടെ ആഡിങ് ആയിരുന്നു വരുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 ഇൻറ്റു Z2 ഈക്വൽ ടു Z2 ഇൻറ്റു Z1. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയിൽ എന്താ പറയുന്നത്? ഫോർ എനി ത്രീ കോംപ്ലെക്സ് നമ്പേഴ്സ്, ഏതെങ്കിലും മൂന്ന് കോംപ്ലെക്സ് നമ്പേഴ്സ് Z1 Z2 Z3 എന്ന് പറയുന്ന ഏതെങ്കിലും മൂന്ന് കോംപ്ലെക്സ് നമ്പേഴ്സിൽ Z1 ഇൻറ്റു Z1ഉം Z2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ കൊണ്ട് Z3 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത് എന്തിനോട് ഈക്വലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Z2ഉം Z3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് Z1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അസോസിയേറ്റീവ് ലോയിൽ എന്താ പറയുന്നത്? ഫോർ എനി ത്രീ കോംപ്ലെക്സ് നമ്പേഴ്സ്, ഏതെങ്കിലും മൂന്ന് കോംപ്ലെക്സ് നമ്പേഴ്സ് Z1 Z2 Z3 എന്ന് പറയുന്ന ഏതെങ്കിലും മൂന്ന് കോംപ്ലെക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അസോസിയേറ്റീവ് ലോയായിട്ട് എങ്ങനെ മെൻഷൻ ചെയ്യാം? Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3 ഈക്വൽ ടു എന്തിനോട് തുല്യമാണ്? Z2ഉം Z3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് Z1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ്? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി പഠിച്ച പോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ തന്നെ കിട്ടണമെങ്കിൽ 0 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് സെയിം നമ്പർ കിട്ടുക. അപ്പോൾ 0 ഈസ് ദ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലേ? എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലേ എന്താവത്തുള്ളൂ? സെയിം വാല്യൂ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1.
ശ്രദ്ധിച്ചോണം, ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0യും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1ഉമാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ? ദർ എക്സിസ്റ്റ് ദ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് ഐ 0, അതായത് റിയൽ പാർട്ട് 1ഉം ഇമാജിനറി പാർട്ട് 0യും ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഓക്കെ, സച്ച് ദാറ്റ് അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇൻറ്റു 1 ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ച് ദാറ്റ് ഇസഡ് ഇൻറ്റു 1 ഈക്വൽ ടു ഇസഡ് ഫോർ എവരി കോംപ്ലക്സ് നമ്പർ ഇസഡ്, ഏതൊരു കോംപ്ലക്സ് നമ്പർ ഇസഡിൻ്റെ. ഓക്കെ, ദെൻ അടുത്ത എന്താ? ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ്? ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എവറി നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ, ഇപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി, അല്ലെങ്കിൽ 0 ആവാനായിട്ട് പാടില്ല. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും 0 ആവാനായിട്ട് പാടില്ല, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അത് ഈ 0 അല്ലാത്ത വാല്യൂസ് ആണെങ്കിൽ വി ഹാവ് ദ കോംപ്ലക്സ് നമ്പർ. നമുക്ക് എങ്ങനെ കോംപ്ലക്സ് നമ്പറിനെ എടുക്കാം? എ ബൈ root of a square plus b square plus I into minus b divided by root of a square plus b square and denoted by 1 by z or z inverse. അതായത് z എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണ്, അല്ലെങ്കിൽ എ പ്ലസ് ബി എ എന്തു ആയിക്കോട്ടെ ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിനെ എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? 1 ബൈ ഇസഡ്, അതായത് ഇസഡിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് വിച്ച് ഈസ് കോൾഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് ഓഫ് ഇസഡ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇസഡിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് എന്ന് പറയാം. എന്താണ്? വിച്ച് ഈസ് കോൾഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് ഓഫ് ഇസഡ് സച്ച് ദാറ്റ് അതെന്താ? ഇസഡ് ഇൻറ്റു 1 ബൈ ഇസഡ്, ഇസഡിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും, അല്ലേ? അപ്പം ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂ 1 കിട്ടും. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പറയുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്, അതായത് 1 പ്ലസ് ഐ 0, ദാറ്റ് ഈസ് റിയൽ പാർട്ട് 1ഉം ഇമാജിനറി പാർട്ട് 0. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയാണ്? ആ കോംപ്ലക്സ് നമ്പറായ ഇസഡ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആയാലോ ഇത്രയും. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ എന്താ പറയുന്നത്? ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എനി 3 കോംപ്ലക്സ് നമ്പർ, ഏതെങ്കിലും 3 കോംപ്ലക്സ് നമ്പർ Z1 Z2 Z3 എന്ന് പറയുന്ന ഏതെങ്കിലും 3 കോംപ്ലക്സ് നമ്പറിൽ എ എന്ന് പറയുന്നത് Z1 ഇൻറ്റു Z2 പ്ലസ് Z3. എന്താണ്? Z1 ഇൻറ്റു Z2 പ്ലസ് Z3, Z2ഉം Z3യും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ Z1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Z1ഉം Z2ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ Z1ഉം Z3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? Z1 ഇൻറ്റു Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് എന്താണ്? ഈ Z1നെ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ്. ദാറ്റ് ഈസ് Z1 Z2 പ്ലസ് Z1 Z3യോട് ഈക്വൽ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? Z1 പ്ലസ് Z2, അതായത് Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്തിട്ട് Z3യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് തുല്യമാണ്? Z1 Z3 പ്ലസ് Z2 Z3. എന്താണ്? Z1 Z3 പ്ലസ് Z2 Z3. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷൻസും നോക്കിക്കേ. Z1 ഇൻറ്റു Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? Z1 Z2 പ്ലസ് Z1 Z3. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, Z1 പ്ലസ് Z2 എന്ന് പറയുന്നത്
Z1 Z2 കൂടെ ആഡ് ചെയ്തിട്ട് Z3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വലാണ്? Z1 Z3 പ്ലസ് Z2 Z3. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും ഒന്ന് പഠിക്കുക. മിക്ക ദിവസവും ക്ലാസ് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്കിലേ നമ്മളുടെ പോർഷൻസ് തീരത്തുള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മാത്സിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലാസ് വരുന്നുണ്ടോ നോക്കുക. നാളെയും എന്തായാലും ഞാൻ ഇടുന്നുണ്ട്, കാരണം ആൽജിബ്ര എന്ന് പറയുന്ന പോർഷൻസ് ഇച്ചിരി തീരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് നാളെയും ഇടുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.